അപകടത്തിൽപ്പെട്ട ടിപ്പർ ഓടിച്ച ഡ്രൈവർക്ക് ടിപ്പർ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്ന വിവരങ്ങൾ പുറത്ത്. എന്തായാലും ഇത് ഗുരുതരമായ അനാസ്ഥ ആണ് എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും ഗുരുതരമായ ഒരു അനാസ്ഥ തന്നെയാണ് ഈ ഒരു വിവരം പുറത്തുവരുന്നതിലൂടെ തെളിവാകുന്നത്. കാരണം ഒരു ടിപ്പർ ലോറി ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ലാത്ത ഒരാളെ കൊണ്ട് വാഹനം ഓടിക്കാനുള്ള അനുമതി നൽകുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ എന്ത് പരിശോധനകളാണ് നമ്മുടെയൊക്കെ നിരത്തുകളിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്നത് എന്ന ചോദ്യം ഇപ്പോൾ പൊതുസമൂഹം ഉയർത്തുകയാണ്. അതിവേഗതയിലാണ് ഇന്ന് രാവിലെ 7:15 നാടിനെ നടക്കിയ ദാരുണമായ അപകടത്തിൽ ഈ ടിപ്പർ ലോറി വന്നത് എന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയിരുന്നു. മണ്ണ് കയറ്റി അമിത വേഗതയിലാണ് ടിപ്പർ വന്നത്. ഈ ടിപ്പർ ഒരു ബൈക്കിലിടിച്ച് ബൈക്ക് നിയന്ത്രണം തെറ്റി അതിനുശേഷം ടിപ്പർ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരുന്നതേ ഉള്ളൂ. ഇതിൽ അപകടത്തിൽ പരിക്കേറ്റ പലരെയും പല ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു കുട്ടി കൗശികിന്റെ പരിക്ക് കുറച്ച് സാരമാണ്. കൗശികിനെ തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് ഏറ്റവും അവസാനം പുറത്തുവരുന്ന ഏറ്റവും പുതിയ ഒരു വിവരം. ഏകദേശം 15ഓളം പേർ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു. നീലേശ്വരം സ്വദേശി ഹരിലാൽ മരിച്ചവരുടെ കൂട്ടത്തിൽ പെടുന്നുണ്ട്. കുട്ടികളെ ബാക്കി അപകടങ്ങൾ ചെറിയ പരിക്കുകളൊക്കെ സംഭവിച്ച കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ നില തൃപ്തികരമാണ് എന്നാണ് വിവരം. സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ജോലിക്കും മറ്റുമായി പോകാനായി വിദ്യാർത്ഥികളടക്കം ബസ് കാത്തു നിൽക്കുന്ന സമയത്താണ് അപകടം. ഈ ടിപ്പറിന്റെ ടയറിനെ കുറിച്ചും അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. വെറും മൊട്ട ടയറാണ് ഇത് എന്നാണ്. ഈ ടിപ്പർ ഓടിച്ചിരുന്ന ഡ്രൈവർ 3 മാസങ്ങൾക്ക് മുൻപ് ഗൾഫിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. ഇയാൾക്ക് ടിപ്പർ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല. വാഹനത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു വിവരം. എന്തായാലും ഇതിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഗുരുതരമായ ഒരു അനാസ്ഥ, ഒരു പിഴവ് തന്നെയാണ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു അപകടത്തെ നമുക്ക് വെറും ഒരു അപകടം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സംഭവിച്ചു പോയത് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു അപകടം അല്ല. വളരെ വേഗതയിൽ എന്തുകൊണ്ടാണ് ടിപ്പർ ആ സമയത്ത് അങ്ങനെ വന്നത് എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. അനധികൃതമായി മണൽ കയറ്റി പോയതാണോ എന്നുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു. കാരണം ആ വഴിയിൽ അങ്ങനെ ഒരു അപകടം സംഭവിക്കേണ്ട യാതൊരു സാധ്യതകളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടാകാം. അനധികൃതമായ മണ്ണുകടത്തൽ ആയിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ ഇയാൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കില്ല. ആ രീതിയിലൊക്കെയാണ് അന്വേഷണങ്ങൾ പോയത്. എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു വിവരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇനിയും കൂടുതൽ വിവരങ്ങൾ ചിലപ്പോൾ നമ്മളെ ഒക്കെ ഞെട്ടിക്കുന്ന രീതിയിൽ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇത് ഏതെങ്കിലും ഒരു മണൽക്കടത്ത് ലോബിയുമായി ബന്ധപ്പെട്ട ഒരു ടിപ്പറാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ടിപ്പറിൽ ഓടിച്ച ആൾക്ക് ലൈസൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം അനധികൃത പ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെയുള്ള ആളുകളെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് പുറത്തിറങ്ങില്ല എന്നുള്ളത് കൊണ്ടാകാം ഈ ലോറി ഓടിക്കാൻ ഒരു ലൈസൻസ് ഇല്ലാത്ത ഒരാളെ ചുമതലപ്പെടുത്തിയത്. പിന്നെ സമയം വൈകി എന്നുള്ളതും ഒരുപക്ഷെ അമിത വേഗതയിൽ ഈ ടിപ്പർ വരാനുള്ള ഒരു കാരണമാകാം. കാരണം ഈ സമയത്ത് 7 മണിക്ക് ശേഷം സ്കൂൾ ബസ്സൊക്കെ പോകുന്ന സമയത്ത്, സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്തൊന്നും ടിപ്പർ ഓടിക്കാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നതും ആ ഡ്രൈവറെ അമിത വേഗതയിൽ വാഹനം ഓടിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. എന്തൊക്കെയായാലും ശരി, ഇത്തരത്തിലുള്ള ഗുരുതരമായ അനാസ്ഥകൾ വീണ്ടും തുടർന്ന് നമ്മുടെ സമൂഹത്ത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഇങ്ങനെ സംഭവിച്ചു വരുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ ഇത്രയും ശമ്പളം എന്ന് പറഞ്ഞ് പൈസയും വാങ്ങി വെച്ചിട്ട് എന്താണ് ഇവർ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്തരക്കാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് എന്ന് ചോദിക്കേണ്ടി വരും. അത്തരം ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉയരുകയാണ്. കാരണം നഷ്ടമായ ജീവനുകൾക്ക് ഒരിക്കലും ഒന്നും നമുക്ക് പകരം വെക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതി. അതും കുട്ടികളാണ്. ബസ് കാത്തു നിന്ന കുട്ടികൾ, കുറച്ച് പ്രായമുള്ള ഒരാൾ അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ജീവിതം നഷ്ടപ്പെട്ടവർക്ക് തന്നെയാണ് പൂർണ്ണമായും നഷ്ടമുണ്ടാവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനിയും ഇങ്ങനെ ഒന്നും ഉണ്ടാകരുത് എന്ന് നമ്മൾ പറയുകയും അതിനനുസരിച്ചുള്ള നടപടികൾ ഒരു ചുരുങ്ങിയ കാലത്തേക്ക് മാത്രം എടുക്കുകയും വീണ്ടും അതെല്ലാം പ്രഹസനമായി തുടരുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു പിടിപ്പുകേട്, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. ഇനിയെങ്കിലും ഇപ്പൊ പുതിയ സർക്കാർ വന്നിട്ടുണ്ട്, ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി അവലോകനം ചെയ്ത് എവിടെയാണ് പാളിച്ചകൾ എന്ന് കണ്ടെത്തി നമ്മുടെ സർക്കാർ നമ്മുടെ ഉദ്യോഗസ്ഥരെ വേണ്ട രീതിയിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ. അതും മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കാരണം ഒരു അപകടം ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, ആരുടെയും ജീവൻ നഷ്ടമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.